വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി മലബാർ മട്ടൻ കുറുമയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മലബാർ മട്ടൻ കുറുമ സൽക്കാരങ്ങളിലെല്ലാം പ്രധാനിയാണ്. അപ്പോൾ ഈ മട്ടൻ കുറുമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോഗ്രാം മട്ടനാണ്. നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു കുക്കർ എടുത്ത് അതിനകത്തേക്ക് ഞാൻ ഈ മട്ടൻ്റെ പീസുകൾ ചേർത്ത് കൊടുക്കുകയാണ്. കുറുമ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും എല്ലോട് കൂടിയ മട്ടൻ പീസുകൾ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മട്ടൻ പീസുകളെല്ലാം ചേർത്തതിന് ശേഷം ഇതിലേക്ക് 3 ഗ്രാമ്പുവും 2 കഷ്ണം പട്ടയും 1 ഏലക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്തതിന് ശേഷം 1 സ്പൂൺ ഉപയോഗിച്ചത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. ഒരു ചെറിയ തേങ്ങ ചിരവി എടുത്തതിന് ശേഷം അതിൻ്റെ കട്ടിയുള്ള 1-ാം പാൽ മാറ്റി വെക്കുക. അതിനുശേഷം കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കുറച്ച് ലൂസായ 2-ാം പാൽ 1.5 കപ്പ് എടുത്തതിന് ശേഷം അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 2-ാം പാൽ ചേർത്തതിന് ശേഷം കുക്കർ അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 വിസിലെങ്കിലും ആകുന്ന സമയം കൊണ്ട് മട്ടൻ നന്നായി കുക്കായി കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഞാനിവിടെ മാറ്റി വെക്കുകയാണ്. പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ഇതിലേക്ക് 2 ഏലക്കായ, 2 കഷ്ണം പട്ട, 3 കഷ്ണം ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കുക. ഏലക്കായ ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 സവാളയാണ്. 3 സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഒരു വലിയ സവാള ആയതുകൊണ്ടാണ് ഞാൻ 3 എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഒരു മീഡിയം സൈസുള്ള സവാളയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 സവാള വരെ എടുക്കാവുന്നതാണ്. സവാള ഇനിയും നന്നായി വഴന്ന് വരണം. അതിനുവേണ്ടി നമുക്ക് ഈ സമയത്ത് സവാളയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയ്ക്കൊപ്പം തന്നെ ഞാൻ ഇവിടെ കുറച്ച് ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ചെറിയ ഉള്ളി കൂടി ചേർക്കുമ്പോഴാണ് കുറുമയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഒരു കൈപ്പിടി നിറയെ ഉള്ളി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിൽ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇവ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. പിന്നീട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 6 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ പച്ചമുളകും കുരുമുളകും മാത്രമാണ് നമ്മൾ എരിവിനായി ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഒരു പൊട്ടറ്റോ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളിയും കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇവയെല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പൊട്ടറ്റോ എല്ലാം ഒന്ന് കുക്കായി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പൊട്ടറ്റോ എല്ലാം ആവശ്യത്തിന് ഇവിടെ കുക്കായിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മട്ടനെല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം മട്ടൻ തുറന്ന് നോക്കാം. നമുക്കിത് കുക്കർ തുറന്ന് നോക്കാം. മട്ടൻ്റെ പീസുകളെല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഈ മട്ടൻ്റെ പീസ് നമുക്ക് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. മട്ടൻ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ തേങ്ങാപ്പാൽ മാത്രമേ, തേങ്ങയുടെ 2-ാം പാൽ മാത്രമാണ് ചേർത്ത് കൊടുത്തിരുന്നത്. വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ തേങ്ങാപ്പാലിൽ കിടന്ന് നല്ലോണം കുക്കായി കിട്ടിയ മട്ടനാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം മട്ടൻ കുക്ക് ചെയ്യുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിരുന്നു. അങ്ങനെ മൊത്തം 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്.
മിനിറ്റിന് ശേഷം ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാഷ്യൂ നട്ട് പേസ്റ്റാണ്. ഒരു 15 കാഷ്യൂ നട്ട് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അത് നന്നായി ഒന്ന് മിക്സിയിൽ അരച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആ കാഷ്യൂ നട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കറിക്ക് നല്ല ഒരു തിക്നെസ്സും ഒരു ക്രീമി ടെക്സ്ചറും കിട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് 2 മിനിറ്റ് സമയം ഇതൊന്ന് അടച്ചു വെക്കുക. ഇപ്പോൾ ഗ്രേവി നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങയുടെ 1/4 പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങയുടെ 1/4 പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് 1 കപ്പാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. പാൽ ചേർത്തതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ആണ്. ഇവ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി മട്ടൻ കുറുമ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഈ മട്ടൻ കുറുമ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്തും അല്ലാതെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഈ രീതിയിലുള്ള ഒരു മട്ടൻ കുറുമ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. Thank you for watching.